സംസാരിക്കാൻ പോകുന്നത്. ഇതിന് തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. എന്താണ് സമസ്ത? കേരളത്തിന്റെ ആധികാരിക മതകീയ സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്തയും അതിന്റെ സംഘടനയും എന്ന് മാത്രമല്ല ലോകത്തിന്റെ നാനാഭാഗത്തും ദീനീ ദൗത്യം സാമൂഹിക പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് ഒരു മാതൃകാ പ്രവർത്തനം നടത്തുകയാണ്. സമസ്തയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ സമസ്തയുടെ ആദ്യകാല ചരിത്രം നാം അറിയണം. 1925 പ്രമുഖ പണ്ഡിതന്മാരും സമുദായ നേതാക്കളും കോഴിക്കോട് വലിയ സമ്മേളിച്ചു. നീണ്ട ഗൗരവമേറിയ ചർച്ചകൾക്ക് ശേഷം ഒരു പണ്ഡിത സഭയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ, ഹുസൈൻ മൗലവി എന്നിവർ യഥാക്രമം സംഘടനയുടെ പ്രസിഡന്റ് സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. വരക്കൽ ഭാരവി മുല്ലക്കായ തങ്ങളുടെ പ്രകാരം 1926 ജൂൺ 26 സെയ്ദ് ശിഹാബുദ്ദീൻ ചെറുകുന്നിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ പണ്ഡിതന്മാർ പങ്കെടുത്ത മഹാസമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുകയുണ്ടായി. വരക്കൽ സമസ്ത സമ്പൂർണ്ണ ആവിഷ്കരിക്കുകയും ചെയ്തു. വരക്കൽ ഭാരവി മുല്ലക്കായ തങ്ങൾ അതിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1934 നവംബർ 14 സമസ്ത ഔദ്യോഗികമായി കോഴിക്കോട് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൊടുത്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിദ്യാർത്ഥികൾ നമ്പർ 192. ശ്രോതാക്കളെ, വിധികർത്താക്കളെ, സമസ്ത എന്ന ശീർഷകത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം നൽകിയ രക്ഷാശിക്ഷ ഉടമസ്ഥനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അറിവ് എന്ന ജ്ഞാനകർമ്മയ്ക്ക് പ്രശംസ പിടിച്ചു പറ്റിയ ആദ്യ പിതാവ് ആദനബിയാണ്. ആഴക്കടലിലെ മുത്തുകളെ പോലെ പടർന്നു കിടന്നിരുന്ന അറിവ് ആദ്യം അവലംബിച്ചത് ആദനബിയാണ്. പിന്നീട് എല്ലാ സഹാബാക്കൾക്കും ഔലിയാക്കൾക്കും സാധാരണങ്ങളും മക്കയിൽ നിന്നും പായക്കപ്പൽ മാർഗം കൂട്ടരും ഇസ്ലാം ഈമാനും ഇൽമും കേരളക്കരയിൽ എത്തിച്ചു. അവർക്ക് ഇളനീർ നൽകി സ്വീകരിച്ച ഹൈന്ദവ സ്നേഹികളെ ജനമൈത്രിയുടെ ഈറ്റല്യമായി നാം അനുസ്മരിക്കുന്നു. അറിവെന്ന സാധനമാണ് മനുഷ്യനെ ഉന്നതിയിലെത്തിക്കുന്നത്. അജ്ഞതയെ മുതലെടുത്ത് കേരളത്തിലെ പുത്തൻ ആശയക്കാർ കുഫറിലേക്കും വിദയിലേക്കും തട്ടിപ്പുറക്കി കണ്ടപ്പോൾ 1926 മുതിർന്ന നേതാക്കൾ അടുത്ത സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആമനു അലൽ ബിദ്അ തഖ്വ എന്ന ആയത്തിന്റെ ചുവടുപിടിച്ച് 40 മുസ്ലിമ എടുക്കുന്ന തീരുമാനങ്ങൾ കേരളത്തിലും കേരളത്തിന്റെ പുറത്ത് വിജ്ഞാനത്തിനായി തട്ടിപ്പടർന്നു. മദ്രസ പൂങ്കാവനങ്ങളും പള്ളികളും ദർസുകളും അമ്പലച്ചുമകളാൽ തലയുയർത്തിയിരുന്നു. സ്ത്രീ സമൂഹത്തിന് പ്രത്യേക പരിഗണന നൽകി സലായില ഫാദില എന്ന സ്വർഗത്തോപ്പിൽ വാഴാൻ അവസരം നൽകി. സമസ്ത ഉലമ ഉമ്മറാക്കളുടെ കഠിനാധ്വാനം കൊണ്ടും കാൽനടയായി കവലകളിൽ കടന്നുവെന്നും അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമിലെ സുന്ദര ആശയ ആദർശം നാട്ടിക ഉസ്താദിനെ പോലോത്തവർ ഉജ്ജല വകുപ്പുകളെ കൊണ്ട് രോമാഞ്ചം കൊള്ളിച്ചപ്പോൾ ബിദ്അത്തിന്റെ കോണക്കൊത്തരങ്ങൾ തകർന്നു വീണു. അനുസരണത്തിൽ ജമാഅ വളർന്നു പന്തലിച്ചു. ഈ സമസ്തയിൽ നിലവിൽ കത്ത് ജ്വലിക്കുമ്പോൾ സൂര്യാക്കൾ കൈമാറിയ തിവർന്ന പതാക ചിപ്പിരി മുത്തുമായ തങ്ങളുടെ കൈകളിൽ ഭദ്രമാണ്. മുത്തുകളുണ്ടായ കരങ്ങൾ ഇനിയും ഈ കൊടി പിടിക്കേണ്ടതുണ്ട്. അവരെ പിൻപറ്റാനും സമസ്തയ്ക്ക് ശക്തി പകരാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. മാത്രമല്ല സമസ്ത പ്രേമികൾക്ക് അർഹമായ തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം വിരാമം ആഹത്താവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്പർ 193. സമസ്ത നൂറിന്റെ നിറവിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
നമ്മുടെ നബിയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേള നമ്മുടെയൊക്കെ ജീവിതത്തിൽ നബിയെ ആദ്യമായി വ്യക്തമായി പരിചയപ്പെടുത്തിയ നബിയെക്കുറിച്ച് സമസ്തയെക്കുറിച്ച് പറയേണ്ടത് തന്നെയാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ 100ഓളം വർഷമായി വാർത്തെടുക്കുകയാണ് സംസ്ഥ. മുസ്ലിങ്ങൾ നേരിടുന്ന ഏതൊരു വിഷയത്തെയും കാലോചിതമായി മുന്നോട്ട് നേരിടാൻ എന്തുകൊണ്ടും പ്രാപ്തമാണ് ഈ ബഹുമാനപ്പെട്ട പണ്ഡിതസ്ഥലം. 1926 ജൂൺ 26 സ്ഥാപിതമായ ഈ ശക്തമായ പ്രസ്ഥാനം ആകാശത്തിൽ വെള്ളം ചേർക്കാതെ ധൈര്യം മുന്നോട്ട് പോകുന്നു. ഇൻഷാ അല്ലാഹ് 2026 സംസ്ഥയുടെ നൂറ്റാണ്ടുകൾ തികയുകയാണ്. സുന്നി യുവജന സംഘം, സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്നിങ്ങനെ സജീവമായ പോഷക സംഘടനകളും അതിന് നിരവധി ഉപവിഭാഗങ്ങളുമുണ്ട്. 10,000-ലധികം മദർസകളെ മുന്നോട്ട് നയിക്കുന്ന സത്യവാദം നയിക്കുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് മുമ്പിൽ അള്ളാഹു നമ്മെ എല്ലാവരും അടിയുറച്ച് നിർത്തട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. കൈകൾ 194